നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ പാഠമാണ് നോക്കാൻ പോകുന്നത്. മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. കൂട്ടുകാരെ, ഞാൻ യമുന നദി എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദികളിൽ ഒന്നാണ് ഞാൻ. ഉത്തരാഖണ്ഡിലെ യമുനാത്രിയിൽ നിന്നാണ് എൻ്റെ ഉത്ഭവം. ഞാൻ ഒഴുകുന്ന വഴിയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി. കുത്തബ് മിനാർ, മെഹ്റൗളിയിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ്, അങ്ങനെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. നിരവധി രാജവംശങ്ങളുടെ വളർച്ചയും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി. അപ്പോൾ ഡൽഹിയെക്കുറിച്ചിട്ട് യമുനാ നദി പറഞ്ഞത് കേട്ടല്ലോ. നമുക്ക് ഡൽഹിയുടെ മധ്യകാല ചരിത്രത്തിലൊരു യാത്രയായാലോ. CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലം ഇന്ത്യ ചരിത്രത്തിൽ പൊതുവെ മധ്യകാലഘട്ടം എന്നറിയപ്പെടുന്നു. മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യ ചരിത്രത്തിൻ്റെ കാലഘട്ടത്തിനെയാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഡൽഹി ഭൂമിശാസ്ത്രത്തിലൂടെ താഴെ നൽകുന്ന ഭൂപടം 1.1 നിരീക്ഷിക്കൂ. എന്തെല്ലാം വിവരങ്ങൾ കണ്ടെത്താം? സിന്ധു ഗംഗ സമതലമുണ്ട്, പിന്നെ യമുന നദി, അതുപോലെ തന്നെ ആര്യവല്ലി പർവ്വതം, ഡൽഹി, ഇത്രയും കാര്യങ്ങൾ ഭൂപടത്തിൽ കാണിക്കുന്നുണ്ട്. സിന്ധു ഗംഗ സമതലത്തിൽ ഡൽഹി സ്ഥിതി ചെയ്യുന്നത് കണ്ടല്ലോ. ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ഠത കാർഷിക പുരോഗതിക്ക് സഹായകമായി. ഭൂപടത്തിൽ ആര്യവല്ലി പർവ്വതനിരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഈ പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു. ആര്യവല്ലി പർവ്വതനിരയിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചതിനൊപ്പം ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തി. ഈ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ് ഭരണാധികാരികളെ ഡൽഹിയിലേക്ക് ആകർഷിച്ചത്. ഇനി ഡൽഹി ഒരു അധികാര കേന്ദ്രമാണ്. CE 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തോമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമാകുന്നത്. CE 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തോമര രാജാക്കന്മാരുടെ കാലത്ത് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമായി. അക്കാലത്ത് ദില്ലിക എന്നാണ് ഡൽഹി അറിയപ്പെട്ടത്. തോമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവർ ഡൽഹിയിൽ ഭരണാധികാരികളായി. ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. അദ്ദേഹത്തെ കീഴടക്കി ഘോറിലെ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനായ ഘോറിലെ മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സേനാനായകനായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. ഘോറിലെ മുഹമ്മദിൻ്റെ മരണത്തിന് ശേഷം CE 1206 കുത്തബ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ രാജവംശം മാലൂക്ക് വംശം അല്ലെങ്കിൽ അടിമവംശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മാലൂക്ക് വംശത്തെ തുടർന്ന് വേറെ 4 രാജവംശങ്ങൾ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയത് ആരായിരുന്നു? സുൽത്താൻമാർ അത് കാരണം സൽത്താനേറ്റ് കാലഘട്ടം അല്ലെങ്കിൽ സുൽത്താനേറ്റ് കാലഘട്ടം എന്നറിയപ്പെടുന്നു. എപ്പോഴാണ്? CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കിയിട്ടുള്ള ഭരണം നടത്തിയതാണ് സുൽത്താൻമാർ എന്നറിയപ്പെടുന്നത്. ഇനി ഫ്ലോ ചാർട്ടിൽ നമുക്ക് നോക്കാം. മാലൂക്ക് വംശം, അടിമ വംശം ആദ്യം വന്നു. അതിൽ കുത്തബ്ദീൻ ഐബക്കും ഇൽത്തുമിഷ്, ബാൽബൻ എന്ന് പറഞ്ഞ 3 എംപറേഴ്സാണ് ഉണ്ടായിരുന്നത്. ഗിൽജി വംശത്തിൽ അല്ലെങ്കിൽ ഗിൽജി വംശം അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു ഭരണാധികാരി. തുഗ്ലക്ക് വംശത്തിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ഫിറോസ് ഷാ തുഗ്ലക്ക്. സയ്യിദ് വംശത്തിൽ ഗിസിർ ഖാൻ. ലോധി വംശത്തിൽ ഇബ്രാഹിം ലോധി. അപ്പോൾ മാലൂക്ക് വംശത്തിൽ അടിമ വംശത്തിൽ കുത്തബ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൻ. ഗിൽജി വംശത്തിൽ അലാവുദ്ദീൻ ഖിൽജി. തുഗ്ലക്ക് വംശം മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, ഫിറോസ് ഷാ തുഗ്ലക്ക്. സയ്യിദ് വംശം ഗിസിർ ഖാൻ. ലോധി വംശം ഇബ്രാഹിം ലോധി. രജപുത്രർ എന്ന് പറഞ്ഞത് ആരാ നമുക്ക് നോക്കാം. മധ്യേഷ്യയിലും വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിലും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് രജപുത്രർ. ഇവരിൽ പ്രധാനികളായിരുന്നു തോമരരും ചൗഹാന്മാരും. ചൗഹാനും തോമരരും രജപുത്രന്മാരിൽ വരുന്നവരായിരുന്നു. ഇനി അടുത്ത ഫ്ലോ ചാർട്ടിൻ്റെ വിവരങ്ങൾ താഴെ പറയുന്ന പട്ടിക. അവൻ സൽത്താനറ്റ് രാജവംശത്തിൽ മാലൂക്ക് വംശം മാലൂക്ക് വംശത്തിൽ കുത്തബ്ദീൻ ഐബക്കും ഇൽത്തുമിഷും ബാൽബനും. ഗിൽജി വംശത്തിൽ അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീനും അത്ഭുത വിളക്കും കേട്ടിട്ടില്ലേ? അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി. തുഗ്ലക്ക് വംശത്തിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും. തുഗ്ലക്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും. സയ്യിദിൽ ഗിസിർ ഖാൻ. സയ്യിദ് വംശത്തിൽ ഗിസിർ ഖാൻ. ലോധി വംശത്തിൽ ഇബ്രാഹിം ലോധി. ഡൽഹി സുൽത്താനേറ്റ്. ഇപ്പോൾ സുൽത്താനേറ്റ് രാജവംശങ്ങൾ പഠിച്ചത് നമ്മൾ ഇതൊക്കെ മാമൂലിക് അല്ലെങ്കിൽ മാലൂക്ക് വംശം, പിന്നെ ഗിൽജി വംശം, തുഗ്ലക്ക്, പിന്നെ സയ്യിദ്, ലോധി. ഇനി ഡൽഹി സുൽത്താൻമാരുടെ ഭരണം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതെങ്ങനെ നോക്കാം. കുത്തബ്ദീൻ ഐബക്കിന് ശേഷം കുത്തബ്ദീൻ ഐബക്ക് ഏത് വംശത്തിലുള്ളതാണ്? കുത്തബ്ദീൻ ഐബക്ക് മാലൂക്ക് വംശമാണ്. അപ്പോൾ മാലൂക്ക് വംശം കുത്തബ്ദീൻ അധികാരത്തിന് ശേഷം അധികാരത്തിൽ വന്നത് ഇൽത്തുമിഷ് ആയിരുന്നു. അദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കീഴടക്കി. ആരാണ് ഇൽത്തുമിഷ്? മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ കീഴടക്കി തൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കി തങ്ക ചിത്താളൊക്കെ കൊണ്ടുവന്നു. ഇനി സുൽത്താന റസിയനെ കുറിച്ച് നമുക്ക് നോക്കാം. സുൽത്താന റസിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. ഇൽത്തുമിഷിൻ്റെ മകളായിരുന്നു റസിയ.
ചില പ്രഭുക്കന്മാർ എതിരായതോടെ സുൽത്താൻ റസിയയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു. ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരിയായിരുന്നു ആര്? ബാൽബൻ. ഇനി സൽത്തനത്തിൻ്റെ വ്യാപനം. മാലുക് വംശത്തിനെ തുടർന്ന് അധികാരത്തിലെത്തിയ ഖൽജി വംശമായിരുന്നു. ഖൽജി വംശത്തിൻ്റെ പ്രധാന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താനന്മാരുടെ ഭരണത്തിന് കീഴിലായത്. ഗുജറാത്തിൽ ആയിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ അധീനതയിലായത്. തന്നിട്ടുള്ള ഭൂപടത്തിൽ ഗുജറാത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടെത്താൻ എന്തെല്ലാമാണ് ഗുജറാത്തിൻ്റെ ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ. നീണ്ട സമുദ്രതീരം ഗുജറാത്തിൻ്റെ പ്രത്യേകതയാണ് അല്ലേ, അത് കാണാൻ പറ്റുന്നുണ്ട്. ഗുജറാത്തിൽ കിഴക്കേ തുറമുഖങ്ങൾ അലാവുദ്ദീൻ ഖിൽജിയുടെ നിയന്ത്രണത്തിലായി. ഇറാഖിൽ നിന്ന് ഈ തുറമുഖങ്ങൾ മികച്ച കുതിരകളെ ഇറക്കുമതി ചെയ്യാനും കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് ശക്തി കൊടുത്തു. ഈ സൈന്യത്തിൻ്റെ സഹായത്തോടെ തെക്കേ അമേരിക്കയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമായി അലാവുദ്ദീൻ ഖിൽജി തൻ്റെ നിയന്ത്രണം. അപ്പോൾ തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും തെക്ക് ഭാഗത്ത് സത്തേൺ, അതുപോലെ തന്നെ പടിഞ്ഞാറേ ഇന്ത്യയിലൊക്കെ ആയിട്ട് അലാവുദ്ദീൻ ഖിൽജി വളരെയധികം ശക്തി പ്രാപിച്ചു. ഇനി അടുത്ത് നോക്കാം. ഖിൽജി വംശത്തിനെ കുറിച്ച് തുഗ്ലക്ക് വംശം അധികാരത്തിലെത്തി. അതിൻ്റെ പ്രധാന ഭരണാധികാരി ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരുന്നു. ഭരണം കാര്യക്ഷമമാക്കാൻ അദ്ദേഹം തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റി. അപ്പോൾ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയ ഭരണാധികാരി ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആയിരുന്നു. അതിനുശേഷം അതിന് ദൗലത്താബാദ് എന്ന പേര് നൽകി. ദേവഗിരിയിലേക്ക് മാറ്റി, അതിന് പേര് കൊടുത്തത് ദൗലത്താബാദ്. ഭൂപടത്തിൽ ദൗലത്താബാദ് എവിടെയാണെന്ന് കണ്ടെത്താൻ വിപുലീകരിക്കപ്പെട്ട രാജ്യത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിരുന്നു ദൗലത്താബാദ്. തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റുകയും എല്ലാ പ്രദേശങ്ങളും നിയന്ത്രിക്കാൻ കഴിയുന്ന അദ്ദേഹം കരുതി. എന്നാൽ തലസ്ഥാനം ഒരു സ്ഥലമാറ്റം എന്തായില്ല, ഫലപ്രദമായില്ല. അതിനെ മനസ്സിലാക്കിയ തുടർന്ന് ഈ തീരുമാനം പിൻവലിച്ചു. തുഗ്ലക്ക് വംശത്തിന് ശേഷം അധികാരത്തിലെത്തിയ സയ്യിദ് വംശത്തിലെയും ലോധി വംശത്തിലെയും ഭരണാധികാരികൾ ദുർബലരായിരുന്നു. തുഗ്ലക്ക് വംശത്തിന് ശേഷം സൽത്തനത്ത് ഭരണം ക്ഷയിക്കാൻ തുടങ്ങി. ഇനി ഡൽഹി മുഗൾ ഭരണത്തിൽ 1526 ഏപ്രിൽ 26 ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിലെ കാബൂളിലെ കാബൂൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണ് ഭരണാധികാരിയായ ബാബറും സൽത്താൻ്റെ ഭരണാധികാരി ഇബ്രാഹിം ലോധിയും സൈന്യങ്ങളെ ഏറ്റുമുട്ടി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ ഡൽഹി പിടിച്ചെടുത്തു. പീരങ്കി വെടിമരുന്ന് ഉപയോഗിച്ചാൽ ബാബറിൻ്റെ സൈന്യത്തിന് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനായി. ഇപ്പോൾ സൽത്താൻ ഭരണം അവസാനിച്ചത്. ഡൽഹി കേന്ദ്രമാക്കിയിട്ട് ബാബർ തുടക്കം കുറിച്ച ഭരണം മുഗൾ ഭരണം. അപ്പോൾ സുൽത്താനേറ്റ് ഭരണം കഴിഞ്ഞ് വന്ന ഭരണമാണ് മുഗൾ ഭരണം ഉണ്ടായത്. അപ്പോൾ മുഗൾ ഭരണത്തിൽ ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ബാദ്ഷാ പഠിച്ചിട്ടുണ്ടോ? ബാബർ, ഹുമയൂൺ. ബാബറിൻ്റെ കാലഘട്ടം 1526 പാനിപ്പത്ത് യുദ്ധത്തോട് കൂടിയിട്ടാണ് ഈ പറഞ്ഞത് ഉണ്ടായത്. ബാബർ, ഹുമയൂൺ, ബാദ്ഷാ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. അപ്പോൾ അത് ഓർഡറിൽ പഠിക്കുക. അപ്പോൾ അതിൽ ബാബർ തുടക്കം കുറിച്ച മുഗൾ ഭരണം പിൻകാലത്ത് പല പ്രദേശങ്ങളിലും വ്യാപിച്ചു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ അക്ബറിന് പ്രധാന പങ്ക് വഹിച്ചു. അദ്ദേഹം വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചു. ഇതിനു വേണ്ടി വ്യത്യസ്തമായ രീതി സ്വീകരിച്ചു. അതാണ് മനസബ്ദാരി സമ്പ്രദായം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ മനസബ്ദാരി സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥരും തങ്ങളുടെ കീഴിൽ നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥരായിരുന്നു. അപ്പോൾ രാജ മാൻസിംഗ്, രാജ തോഡർമാൻ, ബീർബൽ, രാജ ജയ്സിംഗ് തുടങ്ങിയ മുഗൾ ഭരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച രജപുത്രന്മാരായിരുന്നു. അക്ബറിൻ്റെ അധീനതയിൽപ്പെട്ട സ്ഥലങ്ങളാണ് കാബൂൾ, കശ്മീർ, മുൾത്താൻ, ഡൽഹി, മാൽവ, ഗുജറാത്ത്, ബണ്ടേഷ്, ബീഹാർ, ബംഗാൾ. ഇതൊക്കെ അക്ബറിൻ്റെ അധീനതയിൽപ്പെട്ടുള്ള പ്രദേശങ്ങളാണ്. ശേഷാസൂരി ആരാന്ന് നോക്കാം നമുക്ക്. CE 1540 മുതൽ CE 1545 വരെയുള്ള കാലഘട്ടത്തിൽ ഡൽഹി കേന്ദ്രമായി ഭരിച്ചത് സൂർ വംശത്തിലെ ഷേർഷാസൂരിയായിരുന്നു. മുഗൾ ഭരണാധികാരി ഹുമയൂണിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. ഷേർഷയുടെ പിൻഗാമികൾ ദുർബലരായിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് CE 1555 ഹുമയൂൺ ഡൽഹിയിൽ അധികാരം തിരിച്ചുപിടിച്ചു. അക്ബർനാമയും ഐൻ അക്ബരി. അക്ബറിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൽ ഫസൽ എഴുതിയ ചരിത്ര കൃതിയാണ് അക്ബർനാമ. ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം അക്ബറിൻ്റെ മുൻഗാമികളും, രണ്ടാം ഭാഗം അക്ബറിൻ്റെ ഭരണകാലത്തെയും, മൂന്നാം ഭാഗം അക്ബറിൻ്റെ ഭരണ സംവിധാനത്തെ പ്രതിപാദിക്കുന്നു. മൂന്നാമത്തെ ഭാഗം ഐൻ അക്ബരി എന്നും അറിയപ്പെടുന്നു. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതമായി പ്രാപിച്ചപ്പോൾ ഔറംഗസേബിൻ്റെ കാലത്തായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് മുഗൾ സാമ്രാജ്യം വിസ്തൃതമായി പ്രാപിച്ചത്. അത് 50 വർഷക്കാലം അദ്ദേഹം ഭരണം നടത്തി. ഔറംഗസേബിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമായി. എങ്കിലും 1857 വരെ ആ രാജവംശം, അപ്പോൾ 1526 തുടങ്ങിയിട്ട് 1857 വരെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയും പശ്ചിമേഷ്യയിലെ അധികാര കേന്ദ്രങ്ങൾ എന്താ നോക്കാം. മധ്യകാല ഇന്ത്യയിലെ ഒരു അധികാര കേന്ദ്രമെന്ന നിലയിൽ ഡൽഹിയുടെ വളർച്ചയാണ് നമ്മളിതുവരെ കണ്ടത്. ഇനി കാലത്ത് ദക്ഷിണേന്ത്യയിലും പശ്ചിമേഷ്യയിലും പല രാജ്യങ്ങളുടെ പേരുകൾ. അപ്പോൾ അതിൽ ചോളരാജ്യം, വിജയരാജ്യം, ബാമിനി രാജ്യമൊക്കെ സത്തേൺ
ദക്ഷിണേന്ത്യയിൽ നോക്കി മറാത്ത പശ്ചിമേഷ്യയിൽ. ചോളരാജ്യം നമുക്ക് നോക്കാം. ഒമ്പതാം നൂറ്റാണ്ടോടെയാണ് ചോള രാജവംശം പ്രബലമായത്. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമായിരുന്നു പ്രധാന ചോള ഭരണാധികാരികൾ. ശക്തമായ നാവിക സേന ചോളരാജ്യന്മാർക്കുണ്ടായിരുന്നു. ഇവരുടെ സ്വാധീനം മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പോൾ ഒമ്പതാം നൂറ്റാണ്ടോടെ വന്നിട്ടുള്ള രാജവംശമാണ് ചോള രാജവംശം. ആരൊക്കെയായിരുന്നു പ്രധാന ഭരണാധികാരി? രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. വിജയനഗരത്തെ കുറിച്ച് നോക്കാം. അബ്ദുൾ റസാഖ് എഴുതിയിട്ടുള്ളതിൽ നമുക്ക് നോക്കാം. പേർഷ്യൻ സഞ്ചാരി എന്ന അബ്ദുൾ റസാഖ്, അദ്ദേഹം വിജയനഗര രാജ്യത്തെക്കുറിച്ച് എഴുതിക്കുന്നതാണ്. ഈ രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ കോഴിക്കോടിനെ പോലെയുള്ള 300 തുറമുഖങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണം. രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ടവും പതിവായി കൃഷി ഇറക്കുന്നതുമാണ്. സൈന്യത്തിൻ്റെ അംഗബലം 11 ലക്ഷം വരും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലായി വിജയനഗരം ഇത്രയും ഭയങ്കര വിസ്തൃതമായിരുന്നു. അപ്പോൾ 14 നൂറ്റാണ്ടിൽ നിലവന്ന വിജയനഗര സാമ്രാജ്യത്തിലെ സ്ഥാപകൻ ഹരിഹരനും ബുക്കനുമായിരുന്നു. കൃഷ്ണദേവരായനായിരുന്നു വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി. ഇനി ബാമിനി രാജ്യം നോക്കാം. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷായായിരുന്നു ബാമിനി സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ കിടക്കുന്ന റേച്ചൂർ പ്രദേശം വളരെ ഫലഭൂയിഷ്ടമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വിജയനഗര ഭരണാധികാരികളും ബാമിനി രാജ്യങ്ങളും തമ്മിൽ നിരന്തര യുദ്ധങ്ങൾ നടന്നിരുന്നു. മറാത്ത രാജ്യം. 17 നൂറ്റാണ്ടിൽ മറാത്തകൾ പ്രബല ശക്തിയായിട്ട് മാറിയത്. ഭൂമിശാസ്ത്ര സവിശേഷതകൾ മറാത്തയുടെ വളർച്ചയേറെ സ്വാധീനിച്ചു. വിന്ധ്യ, സത്പുര പർവ്വതങ്ങളും നർമ്മദ, താപ്തി നദികളും മറാത്ത പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ വർദ്ധിച്ചു. ഇത് മറാത്ത പ്രദേശത്തിന് പ്രതിബദ്ധമായ സംരക്ഷണം നൽകി. മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധം വളർത്തി. മറാത്ത രാജ്യത്തെ പ്രധാന ഭരണാധികാരി ശിവജി ആയിരുന്നു. ഛത്രപതി എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് സ്വീകരിച്ചു. ശക്തമായ നാവികസേനയും കരസേനയും മറാത്ത രാജ്യത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി മാറാൻ ഇതവരെ സഹായിച്ചു. മറാത്ത രാജ്യത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? പൂനെയിലായിരുന്നു. ഇത്രയും കാര്യമാണ് നമ്മൾ ഈ പാഠത്തിൽ നോക്കിയിട്ടുള്ളത്. വീണ്ടും വായിച്ച് ഹൃദിസ്ഥമാക്കുക. താങ്ക് യു.